എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് സ്വയം തോന്നിപ്പിക്കുന്ന ചില ആളുകളുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുന്നവരും നിങ്ങൾ വിജയിക്കുമ്പോൾ ആത്മാർത്ഥമായി സന്തോഷിക്കാത്തവരുമായ ചിലർ. പുറമേ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ സുഹൃത്തുക്കളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടകാരികൾ. ആയുധങ്ങളോ വാക്കുകളോ ഉപയോഗിക്കാതെ നിങ്ങളെ നിശബ്ദമായി ഇല്ലാതാക്കാൻ കഴിവുള്ളവർ. ഇവർ യഥാർത്ഥത്തിൽ നിശബ്ദ കൊലയാളികളാണെന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ ചിന്തകളെയും ആത്മവിശ്വാസത്തെയും പതിയെ പതിയെ ഇല്ലാതാക്കുന്ന ടോക്സിക് സൗഹൃദങ്ങൾ. ഈ അപകട സൂചനകൾ നിങ്ങൾ പലപ്പോഴും കാണാതെ പോകുന്നുണ്ടാകും. കാരണം അവൻ എൻ്റെ നല്ല കൂട്ടുകാരനല്ലേ എന്ന് നിങ്ങൾ സ്വയം ആശ്വസിക്കുന്നുണ്ടാകും. എന്നാൽ ഈ റെഡ് ഫ്ലാഗ് അവഗണിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ അപകടത്തിലാക്കുന്നതിന് തുല്യമാണ്. നിങ്ങളൊരു സുഹൃത്ത് ബന്ധത്തിൽ കണ്ടിട്ടും കണ്ടിട്ടില്ലെന്ന് നടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവയെക്കുറിച്ച് നമുക്കിന്ന് തുറന്ന് സംസാരിക്കാം. നിങ്ങൾക്കൊരു പുതിയ ജോലി കിട്ടുമ്പോൾ, ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും നേടുമ്പോൾ അവർക്ക് ആത്മാർത്ഥമായി നിങ്ങളെ അഭിനന്ദിക്കാൻ കഴിയില്ല. പകരം ഭാഗ്യമുള്ളത് കൊണ്ടാണെന്നോ ഇത് എത്ര നാൾ നിലനിൽക്കുമെന്ന് നോക്കാം എന്നോ പറഞ്ഞ് നിങ്ങളുടെ നേട്ടങ്ങളെ അവർ ചെറുതാക്കാൻ ശ്രമിക്കും. ഇത്തരം ആളുകളെ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം തമാശ എന്ന പേരിൽ അവർ എപ്പോഴും നിങ്ങളെ പരിഹസിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ പോരായ്മകൾ എടുത്തു പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കും. ഇത് തമാശയല്ല, ഇത് മനഃപൂർവ്വം നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനുള്ള ശ്രമമാണ്. ഒരു നല്ല സുഹൃത്ത് നിങ്ങളുടെ പോരായ്മകളെ തമാശയാക്കി മാറ്റില്ല, മറിച്ച് നിങ്ങൾ കടന്നു പോകുന്ന ട്രോമകളിൽ നിന്നും പുറത്തു വരാൻ സഹായിക്കും. അതുപോലെ ചില സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അതായത് അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളെ വിളിക്കും. എന്നാൽ നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ നിങ്ങൾ വിളിച്ചാൽ അവർ ഫോൺ എടുക്കാതിരിക്കുകയോ സമയമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയോ ചെയ്യും. എന്നാൽ നിങ്ങളുടെ ഊർജവും സമയവും മുഴുവൻ അവർക്ക് വേണ്ടി മാത്രം ചെലവഴിക്കേണ്ടി വരും. ഇവർ നിങ്ങളുടെ സൗഹൃദങ്ങളെ മുതലെടുക്കുകയാണെന്ന് തിരിച്ചറിയണം. നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങാൻ തീരുമാനിച്ചാൽ പോലും അതിലെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു തരം നെഗറ്റീവ് ഊർജം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരം ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാകണം. നമ്മുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് നിങ്ങളോട് ഏഷ്ണി പറയുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് ഏഷ്ണി പറയും. ഇത്തരത്തിലുള്ള ആളുകൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങൾക്കും അവരെ വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം ഇല്ലാതാക്കുന്ന ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ തിരിച്ചറിയാനും അതിൽ നിന്ന് പിന്തിരിയാനും നിങ്ങൾക്ക് ധൈര്യമുണ്ടാകണം. ഒരു പൂന്തോട്ടത്തിൽ ചെടികൾക്ക് വളരാൻ നല്ല അന്തരീക്ഷം വേണം. ആവശ്യമില്ലാത്ത കളകളെ പറിച്ചു കളയേണ്ടത് വളരെ പ്രധാനമാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ടോക്സിക് ആളുകളെ ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രമാണ്. അത് തകർക്കാൻ ആരെയും അനുവദിക്കരുത്. റെഡ് ഫ്ലാഗ് കാണുമ്പോൾ അത് അവഗണിക്കാതിരിക്കുക. ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത് എളുപ്പമല്ലായിരിക്കാം, എന്നാൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. യഥാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളുടെ സന്തോഷത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവരാണ്. നിങ്ങളുടെ ദുരിതങ്ങളിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുക, അല്ലാത്തവരെ ഒഴിവാക്കാൻ ശ്രമിക്കുക.